ഉന്നതി പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 1104 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു എന്നത് ചരിത്രപരമായ നേട്ടം തന്നെയാണ്. ഈയൊരു പദ്ധതി കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളുടെ വികാസ പരിണാമങ്ങൾക്ക് നേരെ പിടിച്ച കണ്ണാടിയായി മാറുകയാണ്. വിദ്യയും വിജ്ഞാനവും നിഷേധിക്കപ്പെട്ട വലിയൊരു വിഭാഗം ജനങ്ങൾ നേരത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്ന് പടിപടിയായി ഉയർന്ന് അവർക്ക് ഇന്ന് വിദേശ പഠനം സാധ്യമാകുന്ന നിലയിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് സാമൂഹ്യ പരിണാമത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് ഈ ചടങ്ങ് എന്ന് നേരത്തെ സൂചിപ്പിച്ചത്. ഇത്തരമൊരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് പെട്ടെന്നുണ്ടായ മാറ്റത്തിലൂടെയല്ല. ഈ മാറ്റത്തിന് കാരണമായ അവകാശ ലഭ്യതയും നിയമനിർമ്മാണങ്ങളും ആരെങ്കിലും ദയാവായ്പോടെ തങ്കത്തളികയിൽ വെച്ച് നീട്ടിത്തന്നതുമല്ല. നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരേറ്റെടുത്ത എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെ, പുരോഗമന സർക്കാരുകളുടെ ഭാവനാപൂർണമായ ഇടപെടലുകളിലൂടെ ഉണ്ടായി വന്നതാണ് ഈ മാറ്റം. അതിൻ്റെയെല്ലാം തുടർച്ച ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് ഉന്നതി സ്കോളർഷിപ്പ് 1000 കടന്നിരിക്കുന്നത്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവസരം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പ്. 2024 പുതുക്കിയ മാർഗരേഖ പ്രകാരമാണ് സർക്കാർ സ്ഥാപനമായ ഒഡേപെക് മുഖേന ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. ബിരുദാനന്തര ബിരുദ പഠനത്തിന് ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 25 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പായി ലഭിക്കും. ഒരു വർഷം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിലെ 310 വിദ്യാർത്ഥികൾക്കാണ് ഇതിലൂടെ അവസരം ലഭിക്കുന്നത്. 50 പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഒരു വരുമാന പരിധി നോക്കാതെ ഓരോ വർഷവും 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുകയും വരുമാന പരിധിയുടെ അടിസ്ഥാനത്തിൽ 225 പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്കും 35
പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭ്യമാക്കും. അങ്ങനെയാണ് 310 പേരാകുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിതൊരു ചെറിയ സംസ്ഥാനമാണ്. അവിടെയാണ് 310 പേർക്ക് ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത്.